ഒടുവിൽ ജനം പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. പറഞ്ഞു വരുന്നത്, മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ ജൂൺ 12-ാം തീയതി ED ഓഫീസിലെത്തി ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നുള്ളതായിരുന്നു ED വീണ വിജയന് സമൻസ് അയച്ചിട്ടുണ്ടായിരുന്നത്. CMRL എന്ന കമ്പനിയിൽ നിന്നും 1,72 ലക്ഷം രൂപ വാങ്ങിയെന്നതും കൂടാതെ അവരുടെ എൻപവർ ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിന്ന് 50 ലക്ഷം രൂപ കൈക്കടമായി വാങ്ങി എന്നുമുള്ള ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിലെ റിപ്പോർട്ടിലാണ് ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നത്. പിന്നീട് അതിന് CMRLും വീണ വിജയനും നികുതി അടച്ച് രക്ഷപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത്. എന്നാൽ GST അടച്ചതുകൊണ്ടോ ആദായ നികുതി അടച്ചതുകൊണ്ടോ കള്ളപ്പണം വെളുപ്പിക്കൽ അഴിമതി ഇല്ലാതെയാകുന്നില്ല എന്ന് തന്നെയാണ് ED ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ EDയും സമാന്തരമായി അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ വീണ വിജയനും CMRLും കർണാടകത്തിലെയും ഡൽഹിയിലെയും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലുമെല്ലാം ഈ ED അന്വേഷണം തടയണം എന്ന് പറഞ്ഞ് ഹർജിയുമായി പോയിട്ടുണ്ടായിരിക്കുന്നു. എന്നാൽ കഴിഞ്ഞ ആഴ്ച ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി EDയുടെ തടസ്സഹർജി നീക്കുകയും ED വീണ വിജയന്റെ വീട്ടിൽ റെയ്ഡിനെത്തുന്ന കാഴ്ചയുമെല്ലാം നമ്മൾ കണ്ടതാണ്. അന്ന് CPMന്റെ മുൻ മന്ത്രിമാരടക്കമുള്ള ആളുകളാണ് വീണ വിജയനെതിരെയുള്ള ED റെയ്ഡിനെതിരെ പ്രതിരോധിച്ചുകൊണ്ട് റോഡിൽ തെരുവിലിറങ്ങി കുത്തിയിരുന്ന് സമരം നടത്തിയത്. ED ഉദ്യോഗസ്ഥർ റെയ്ഡ് കഴിഞ്ഞ് മടങ്ങും വഴി അവരെ ഉപദ്രവിക്കുന്നു, അവരുടെ കാർ തല്ലിപ്പൊളിക്കുന്നു, കാർ ഡ്രൈവർക്ക് കണ്ണിൽ ചില്ല് കുത്തിക്കയറുന്നു, അവരെ വധിക്കാൻ ശ്രമിച്ചു എന്നുള്ള കേസെടുക്കുന്നു. കണ്ടാലറിയാവുന്ന 26 പേർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഇനിയും ഏതാണ്ട് 300 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. 26 പേരെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നു, ജയിലിൽ അടച്ചിരിക്കുന്നു എന്നൊക്കെയുള്ളതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെയുള്ള ചരിത്രം. എന്നാൽ വീണ വിജയൻ ജൂൺ 12-ാം തീയതി കൊച്ചിയിലെ ED ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്ന് കാണിച്ചുകൊണ്ട് ED വീണയ്ക്ക് സമൻസ് അയച്ചിട്ടുണ്ടായിരുന്നു. ഈ സമൻസ് വീണയ്ക്ക് അയച്ച് എന്നുള്ള വിവരം പുറത്തു വന്നപ്പോൾ തന്നെ അന്ന് കേരളം ഒരു കാര്യം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു: വീണ വിജയൻ മുങ്ങും. EDയുടെ ചോദ്യം ചെയ്യലിന് വേണ്ടി വീണ വിജയൻ എത്തില്ല എന്നുള്ളത് കൃത്യമായി തന്നെ ഏവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം വീണ വിജയൻ ED ഓഫീസിൽ ചോദ്യം ചെയ്യലിന് വേണ്ടി എത്തുകയാണെങ്കിൽ EDയുടെ ഒരു രീതി അനുസരിച്ച് ചോദ്യം ചെയ്യൽ ഒരുപക്ഷെ മണിക്കൂറുകളോളം നീണ്ടുപോയേക്കാം. രാത്രി ചോദ്യം ചെയ്യൽ തുടരുകയാണെങ്കിൽ 11 മണിക്ക് ശേഷം EDക്ക് ചോദ്യം ചെയ്യാൻ പാടില്ല. നിയമപ്രകാരം അങ്ങനെയെങ്കിൽ ചോദ്യം ചെയ്യുന്നയാളെ അടുത്ത ദിവസത്തേക്ക് ചോദ്യം ചെയ്യൽ നീളുകയാണെങ്കിൽ EDയുടെ തന്നെ കസ്റ്റഡിയിലുള്ള ഒരു സ്ഥലത്തായിരിക്കും താമസിപ്പിക്കുക, വീട്ടിൽ പോകാൻ അനുവദിക്കില്ല. അക്ഷരാർത്ഥത്തിൽ അത് പോലീസ് ബന്ദോബസ്തത്തിൽ താമസിപ്പിക്കുന്നതിന് തുല്യമായി മാറും. ടെലിഫോൺ ഉപയോഗിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ സാധിക്കും. എന്നാൽ ആർക്കൊക്കെയാണ് വിളിക്കുന്നത്, ആരൊക്കെയാണ് വിളിക്കുന്നത് എന്നുള്ള കൃത്യമായ കാര്യങ്ങൾ ED നിരീക്ഷിച്ചു കൊണ്ടിരിക്കും. ഒരു തരം പോലീസ് തടവിൽ അല്ലെങ്കിൽ വീട്ടുതടങ്കലിൽ എന്ന രീതിയിൽ തന്നെയായിരിക്കും ആ അവസ്ഥ. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണോ എന്നറിയില്ല വീണ വിജയൻ EDയുടെ ഓഫീസിൽ ഹാജരാവാതിരിക്കുന്നത് എന്നുള്ളത് അറിയില്ല. കാരണം വീണ വിജയൻ കൃത്യമായി തന്നെ EDക്ക് ഇമെയിൽ അയച്ചിരിക്കുന്നു. തനിക്ക് പനി ബാധിച്ചിരിക്കുന്നതിനാൽ EDയുടെ ഓഫീസിൽ ചോദ്യം ചെയ്യലിന് വേണ്ടി വെള്ളിയാഴ്ച എത്തിച്ചേരാൻ സാധിക്കില്ല എന്നുള്ളതാണ് അവർ അയച്ചിരിക്കുന്നത്. എന്നാൽ ഈ സന്ദേശത്തിൽ പറയുന്ന കാര്യങ്ങൾ ED സ്വീകരിച്ചിട്ടുണ്ടോ, ED അതിന് മറുപടി കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമല്ല. അത് പിന്നീട് തീരുമാനിക്കപ്പെടും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ വീണ വിജയന് സഞ്ചരിക്കാൻ വയ്യാത്തത്ര രീതിയിൽ അസുഖമാണ് എന്നുണ്ടെങ്കിൽ ED സംഘം വീണയുടെ വീട്ടിലേക്ക് ചെല്ലാം ചോദ്യം ചെയ്യലിന് വേണ്ടി എന്ന നിലപാട് കൂടി ED എടുത്തതായാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും വീണ ചോദ്യം ചെയ്യലിന് എത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇമെയിൽ സന്ദേശം അയച്ചിരിക്കുന്നു. ഇവിടെ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയാം. നേരത്തെ പറഞ്ഞതുപോലെ വീണ EDയുടെ ഓഫീസിൽ ചോദ്യം ചെയ്യലിന് വേണ്ടി എത്തുകയാണെങ്കിൽ വെള്ളിയാഴ്ചയാണ്, ചോദ്യം ചെയ്യൽ നീളുകയാണെങ്കിൽ അടുത്ത ദിവസം ശനിയാഴ്ചയാണ്. ഇനിയിപ്പോൾ ചോദ്യം ചെയ്യലിനൊടുവിൽ വെള്ളിയാഴ്ച തന്നെ വീണ വിജയൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് പോലുള്ള നിയമ നടപടികളിലേക്ക് നീങ്ങുകയാണെങ്കിൽ തീർച്ചയായും അടുത്ത ദിവസം സെക്കൻഡ് സാറ്റർഡേ ആണ്, പിന്നീട് സൺഡേ ആണ്, 2 ദിവസവും കോടതി അവധിയാണ്. അങ്ങനെയെങ്കിൽ പിന്നീട് വീണ വിജയൻ അറസ്റ്റിലാവുകയാണെങ്കിൽ പോലും ജാമ്യത്തിലെടുക്കണം എന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ചയെ സാധ്യതയുള്ളൂ. ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ, അത്തരം അപകടം മണത്തറിഞ്ഞതുകൊണ്ട് തന്നെയാണ് വീണ വിജയൻ EDക്ക് വെള്ളിയാഴ്ച ചോദ്യം ചെയ്യലിന് വേണ്ടി എത്തിച്ചേരാൻ സാധിക്കില്ല എന്നുള്ള സമൻസ് അയച്ചിരിക്കുന്നത്. EDയും ചിലതൊക്കെ കണക്ക് കൂട്ടി തന്നെയാണ് വെള്ളിയാഴ്ച ദിവസം ഈ വീണയെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചു വരുത്തുന്നത് എന്ന് വേണം അനുമാനിക്കാൻ. കാരണം ചോദ്യം ചെയ്യൽ നീണ്ടുപോവുകയാണെങ്കിൽ വീണ ചോദ്യം ചെയ്യലിൽ തൃപ്തികരമായ ഉത്തരമല്ല കൊടുക്കുന്നതെങ്കിൽ അവരെ വേണമെന്നുണ്ടെങ്കിൽ നിയമപരമായി അറസ്റ്റ് ചെയ്യാൻ വരെ EDക്ക് സാധിക്കും എന്ന് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ അപകടം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് വീണയും ഒഴിഞ്ഞു മാറിയത് എന്നാണ് പറയപ്പെടുന്നത്. അതെന്ത് തന്നെയായാലും വീണയുടെ അവധി അപേക്ഷ, അതായത് വെള്ളിയാഴ്ച
ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരാകാൻ സാധിക്കില്ല, അസുഖമാണെന്നുള്ള അപേക്ഷ ഇ ഡി പരിഗണിച്ചതായി കാണുന്നില്ല. എന്തായാലും CMRൽ നിന്ന് 1,72,00,000 രൂപ വീണ വിജയൻ വാങ്ങി എന്നുള്ള ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിൽ കണ്ടിരിക്കുന്നത് കള്ളപ്പണം വെളുപ്പിക്കുന്നതാണ്. അക്കൗണ്ട് വഴി കൊടുക്കുന്ന പണത്തിന് എന്ത് തരത്തിലുള്ള സേവനമാണ് വീണ വിജയൻ CMRൽ നൽകിയിരിക്കുന്നത്? ഒരു തരത്തിലുള്ള സേവനവും വീണയിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്ന് CMRലും വീണ ഒരു തരത്തിലുള്ള സേവനവും CMRൽ നൽകിയിട്ടില്ല എന്നുള്ള മൊഴികളെല്ലാം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തിയ അന്വേഷണത്തിൽ വീണയുടെ കുറ്റസമ്മതമായി അവരുടെ കുറ്റപത്രത്തിൽ ED കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ED കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള 134 തെളിവുകൾ അടക്കമുള്ള അനുബന്ധ രേഖകൾ EDക്ക് ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് PMLA കോടതിയിൽ കഴിഞ്ഞ ദിവസം ED ഒരു ഹർജി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഹർജിയിന്മേൽ കോടതി കൃത്യമായി തന്നെ ഇടപെട്ടു. EDക്ക് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ അനുബന്ധ രേഖകൾ 134 തെളിവുകൾ അടക്കം 54 വോള്യത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ വസ്തുതകളും EDക്ക് കൈമാറുവാൻ വേണ്ടി അവരും ഉത്തരവ് കൊടുത്തിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ വീണ വിജയൻ പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, വീണ വിജയന്റെ അബുദാബി കൊമേഴ്സ്യൽ ബാങ്ക് കേന്ദ്രീകരിച്ചുള്ള അക്കൗണ്ടുകൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ മറ്റു തരത്തിലുള്ള അക്കൗണ്ടുകൾ വീണയ്ക്കുണ്ടോ? വീണയുടെ ഒരു പാർട്ട്ണറുമായുള്ളൊരു ജോയിന്റ് അക്കൗണ്ട് നേരത്തെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു, മറ്റൊരു അക്കൗണ്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഈ അക്കൗണ്ടിൽ എത്രത്തോളം പണം എവിടെ നിന്നെല്ലാം വന്നു, ആരാണ് പണം കൊടുത്തത്, വീണ ഈ പണം മറ്റെങ്ങോട്ടെങ്കിലും മാറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ പണം എന്ത് കാര്യത്തിന് വേണ്ടി ചെലവഴിച്ചു, ഇതെല്ലാം അന്വേഷണ പരിധിയിൽ വരുന്നത് തന്നെയാണ്. മറ്റു രാജ്യത്തുള്ള ഒരു അക്കൗണ്ടിൽ വീണയ്ക്ക് പണം എത്തിയിട്ടുണ്ടെങ്കിൽ അത് രാജ്യാന്തര തലത്തിലുള്ള ഒരു മാനം സൃഷ്ടിക്കുന്ന കേസായി മാറും. അതിൽ കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് രാജ്യാന്തര കുറ്റമായി മാറും. വിദേശ നാണയ വിനിമയ ചട്ടലംഘനം അതിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത്തരത്തിൽ കൂടി വീണയ്ക്കെതിരെ കേസെടുക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും വീണ അക്ഷരാർത്ഥത്തിൽ പെട്ടിരിക്കുന്നു. ഒരു 15 വർഷക്കാലത്തെ വീണ വിജയന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ അടക്കം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷനും EDയും സംഘടിപ്പിച്ചു വച്ചിട്ടുണ്ട്. ഇതിനെ അടിസ്ഥാനമാക്കി ഒരു വലിയ ചോദ്യാവലി തന്നെ വീണയെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ED തയ്യാറാക്കിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ വീണ തന്റെ ഇമെയിൽ പറഞ്ഞിരിക്കുന്നത് തനിക്ക് വേണ്ടി ചോദ്യങ്ങൾക്ക്, അതായത് EDയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിന് വേണ്ടി ആവശ്യമായ തെളിവുകൾ നൽകുന്നതിന് വേണ്ടി തൻ്റെ അഭിഭാഷകരെ വേണമെന്നുണ്ടെങ്കിൽ ഹാജരാക്കാം എന്നാണ് പറഞ്ഞത്. എന്നാൽ ED എടുത്തിരിക്കുന്ന ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം കക്ഷി നേരിട്ട് ഹാജരാകണം എന്നുള്ളൊരു വ്യവസ്ഥ അല്ലെങ്കിൽ ഒരു സത്യവാങ്മൂലം അത്തരം ഒരു കേസിലുണ്ട് എന്നുള്ളതിനാൽ അഭിഭാഷകരോ അല്ലെങ്കിൽ വീണയ്ക്ക് വേണ്ടി മറ്റാരെങ്കിലും ഹാജരായാൽ പോരാ എന്നുള്ളതും വീണയ്ക്ക് കുരുക്കായി മാറുന്നു. എന്തായാലും ഇന്ന് ഒരുപക്ഷെ ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ കണക്കിലെടുത്ത് നാളെ വീണ ഹാജരാകില്ല എന്നുള്ള ഇമെയിലിന് ED ചിലപ്പോൾ ഒരു സാവകാശം കൊടുത്തേക്കാം. എന്നാൽ തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ അതിനടുത്ത ദിവസമോ വീണ ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്ന് കാണിച്ചുകൊണ്ട് ED വീണ്ടും സമൻസ് അയക്കും. ആ ഒരു അവധി കൂടി വീണ തെറ്റിക്കുകയാണെങ്കിൽ തീർച്ചയായും വീണയെ തേടി ED അങ്ങോട്ടേക്ക് എത്തും. വീണ എവിടെയാണുള്ളത് എന്നുള്ള സ്ഥലത്തേക്ക് എത്തും. അവിടെ വെച്ച് വീണയെ ചോദ്യം ചെയ്യും. വീണയുടെ ഉത്തരങ്ങൾ തൃപ്തികരമല്ല എന്നുണ്ടെങ്കിൽ വീണ അറസ്റ്റിലേക്ക് നീങ്ങും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വീണ അറസ്റ്റിലായി കഴിഞ്ഞാൽ സ്വാഭാവികമായും CMRL എന്ന കമ്പനി വീണയ്ക്ക് വെറുതെ പണം കൊടുക്കേണ്ടതില്ല എന്നുള്ളത് വളരെ വാസ്തവമുള്ള കാര്യം തന്നെയാണ്. അങ്ങനെയെങ്കിൽ എന്തിനാണ് വീണയ്ക്ക് പണം കൊടുത്തത്? വീണയുടെ അച്ഛൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നത് കൊണ്ട് കരിമണൽ ഖനന ചെയ്യുന്നതിന് വേണ്ടി പരിസ്ഥിതി വകുപ്പും ഖനന വകുപ്പും അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ കീഴിൽ തന്നെയായിരുന്നു. അങ്ങനെയെങ്കിൽ CMRL എന്ന കമ്പനിക്ക്, കരിമണൽ ഖനന കമ്പനിക്ക് ആലപ്പുഴ തോട്ടപ്പള്ളി ഭാഗത്തു നിന്നും അനധികൃതമായി കരിമണൽ വാരുന്നതിനുള്ള ഒരു അനുമതി കൊടുത്തതിന് വേണ്ടിയുള്ള ഒരു പ്രത്യുപകാരം എന്ന രീതിയിലാണ് വീണ വിജയന്റെ അക്കൗണ്ടിലേക്ക്, എക്സാലോജിക്കിന്റെ അക്കൗണ്ടിലേക്ക് 3 ലക്ഷവും വീണയുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് 5 ലക്ഷവും അങ്ങനെ പ്രതിമാസം 8 ലക്ഷം രൂപ വച്ചാണ് വീണയ്ക്ക് കൊടുത്തിരുന്നത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വീണ വിജയൻ യാതൊരു തരത്തിലും സേവനം ചെയ്യാതെ CMRL പണം നൽകിയിട്ടുണ്ടെങ്കിൽ ആ പണമെല്ലാം അച്ഛൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അച്ഛനിൽ നിന്നും ആ കമ്പനിക്ക് കിട്ടിയ സൗജന്യ സേവനങ്ങൾക്ക് ഉപകാരസ്മരണയെന്നോളമാണ് മകൾക്ക് ഇത്തരം ഒരു കോഴ കൊടുത്തിരിക്കുന്നത്, മാസപ്പടി കൊടുത്തിരിക്കുന്നു എന്നുള്ളതിനാൽ വീണ വിജയനെ അറസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായും അത് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനിലേക്ക് കൂടി ചോദ്യം ചെയ്യൽ കടന്നു ചെല്ലും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നാളെ 12-ാം തീയതി വീണ ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല എന്ന് പറയുന്നത് ED ഒരുപക്ഷെ അനുവദിച്ചു കൊടുത്തേക്കാം. എന്നാൽ വരും ദിവസങ്ങളിൽ വീണയ്ക്ക് കുരുക്കുമുറുകുന്നു എന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് വിദേശ ബാങ്കുകളിലുള്ള അക്കൗണ്ടുകൾ വീണയ്ക്ക് പിടിമുറുകുന്നു. തീർച്ചയായും വീണ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ അല്ലെങ്കിൽ അതിനടുത്ത ദിവസമോ ED സമൻസ് അയച്ച് വിളിച്ചു വരുത്തും. വീണ EDയുടെ മുന്നിൽ ഹാജരായില്ല എന്നുണ്ടെങ്കിൽ വീണ ഉള്ള സ്ഥലത്തേക്ക് ED ചെന്നെത്തും. ഇന്നിപ്പോൾ വീണ അവശനിലയിലാണ്, ആശുപത്രിയിലാണ്, വൈറൽ പനി മൂലം താൻ യാത്ര ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അത്യാസന്ന നിലയിലാണ് എന്നൊക്കെ സൂചിപ്പിക്കുന്ന തരത്തിലൊരു ഇമെയിൽ അയച്ചിരിക്കുന്നു. എന്തായാലും ED ഇത് ചെവിക്കൊള്ളുമോ? അത് ഇനി വീണ അത്യാസന്ന നിലയിൽ കഴിയുന്ന ആശുപത്രി
വീണ അത്യാസന്ന നിലയിൽ കഴിയുന്ന ആശുപത്രിയോ വീടോ ED വളയുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം. അതുവഴി എന്താണ് ഇനി സംഭവിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. എന്തായാലും അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം.